വൈഫ് പതിവ് പോലെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. വൈകിട്ടത്തെ സ്നാക്സ് ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കുഴക്കട്ട. അരിമാവ് അളന്നെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകവും ഉപ്പും ഇട്ട് കൊടുക്കുന്നു. ചൂടുവെള്ളത്തിലാണ് മാവ് കുഴയ്ക്കുന്നത്, അന്നേരം സോഫ്റ്റ് ആയിരിക്കുമെന്ന്. ബേക്കറികളിലൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കുഴക്കട്ടയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് ഇളക്കി മറിച്ച് നമ്മുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാവ് കാച്ചി എടുക്കണം, അതും റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് തിരുമിയ തേങ്ങ അതിൽ ഇട്ട് ഇളക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അരിപ്പ വെച്ച് കുറേ ശർക്കരയും അരിച്ച് അതിൽ ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഏലക്കയും പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയിലെ വെള്ളം വലിയുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതിനെ വലുതാക്കി ഇതാണ്ട് ഈ പരുവത്തിലാക്കി മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് ഉള്ളിൽ വെച്ച് കുഴക്കട്ടയെല്ലാം ഒരേപോലത്തെ ബോൾ പോലെ ആക്കിയെടുത്തു. ഇഡ്ഡലിക്കുട്ടവും ചൂടായി വന്നപ്പോൾ ഇതുങ്ങളെല്ലാം എടുത്ത് അതിലേക്ക് വെച്ചു. ഇനി പുഴുങ്ങിയെടുക്കണം. 10 മിനിറ്റ് മതി കുഴക്കട്ട റെഡിയാവാൻ. അങ്ങനെ നമ്മുടെ ചൂടുള്ള ടേസ്റ്റി കുഴക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടെ നടിച്ച് പൊട്ടിച്ചേക്കുന്നേ.